നമസ്കാരം സുഹൃത്തുക്കളെ, ഏവർക്കും അക്ഷയ കേരളത്തിലേക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നു മുതൽ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അറിയിച്ചിരുന്നു. സാധാരണയായി മാസത്തിലെ 25-ാം തീയതിയോടെയാണ് പെൻഷൻ വിതരണം ആരംഭിക്കുന്നത്. എന്നാൽ ഇത്തവണ ഓണം മുന്നിൽ കണ്ടുകൊണ്ട് വിതരണം നേരത്തെയാക്കുകയാണ് സർക്കാർ ചെയ്തിരിക്കുന്നത്. അതായത് പെൻഷൻ ലഭിക്കാൻ കാത്തിരിക്കുന്നവർക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. ഇതിനായി സർക്കാർ അനുവദിച്ചിരിക്കുന്നത് ചെറിയൊരു തുകയല്ല, ആകെ 1105 കോടി രൂപയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിനായി അനുവദിച്ചിരിക്കുന്നത്. അതോടൊപ്പം സർക്കാർ ജീവനക്കാർക്കും സർവീസ് പെൻഷൻകാർക്കും ഓണം ആനുകൂല്യങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഓണം ഭത്ത, അതുപോലെ ആശാ വർക്കർമാർക്കും അങ്കണവാടി ജീവനക്കാർക്കും ഉത്സവ ഭത്ത, പിന്നോക്ക വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് കുടിശ്ശിക, അതുപോലെ സ്കൂൾ പാചക തൊഴിലാളികളുടെ വേതനം, ഏറ്റവും പ്രധാനമായി ഓണക്കിറ്റ് വിതരണം, അതുപോലെ ഇനി സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കുമോ എന്നുള്ള കാര്യവും നമ്മൾ ഇതിൽ പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ വിശദമായി പറയുന്നുണ്ട്. അതിനാൽ ഈ വീഡിയോ അവസാനം വരെ ഒന്നുപോലും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണാൻ ശ്രമിക്കണം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ മുഴുവനായും കാണുക. കാരണം നിങ്ങളുടെ കുടുംബത്തിൽ പെൻഷൻ വാങ്ങുന്ന ഒരാൾ ഉണ്ടെങ്കിൽ മാത്രമല്ല, തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ചെയ്യുന്നവർ, ആശാ വർക്കർമാർ, അങ്കണവാടി ജീവനക്കാർ, സർക്കാർ ജീവനക്കാർ, സർവീസ് പെൻഷൻകാർ, ഓണക്കിറ്റിന് അർഹരായ റേഷൻ കാർഡ് ഉടമകൾ എന്നിവർക്കും ഈ വിവരം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആദ്യം നമ്മൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് വരാം. ഓഗസ്റ്റ് 19, അതായത് ഇന്നു മുതൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ആരംഭിക്കും. സാധാരണയായി മാസത്തിൽ 25-ാം തീയതിയോടെയാണ് പെൻഷൻ വിതരണം ആരംഭിക്കുന്നത്. എന്നാൽ ഓണം പ്രമാണിച്ചാണ് ഇത്തവണ നേരത്തെ വിതരണം എത്തുന്നത്. ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്താണെന്നുള്ള കാര്യം പറയാം. പെൻഷൻ വാങ്ങുന്നവർക്ക് ഓണത്തിന് മുൻപായി അവരുടെ പണം ലഭ്യമാക്കുക എന്നതാണ്. സർക്കാരിന്റെ പെൻഷൻ വിതരണം മുടങ്ങാതെ ഉറപ്പാക്കുക എന്ന നയത്തിന്റെ ഭാഗമായാണ് ഈ നടപടിയെന്നും അറിയിച്ചിട്ടുണ്ട്. ഇതിനായി 1105 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. അതിനാൽ പെൻഷൻ വാങ്ങുന്നവർ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് എന്താണ്? വിതരണം ആരംഭിക്കുന്ന തീയതിയും പണം അക്കൗണ്ടിലെത്തുന്ന സമയവും ഒരേ ദിവസം ആയിരിക്കണമെന്നില്ല. വിതരണം ആരംഭിച്ചാൽ ബന്ധപ്പെട്ട സംവിധാനങ്ങളിലൂടെ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് തുക എത്തുന്ന പ്രക്രിയയും നടക്കും. അതിനാൽ ഓഗസ്റ്റ് 19 മുതൽ, അതായത് ഇന്നു മുതൽ തന്നെ എല്ലാവരുടെയും അക്കൗണ്ടിൽ ഒരേ സമയം പണം വന്നില്ലെങ്കിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ബന്ധപ്പെട്ട വിതരണക്രമം അനുസരിച്ച് തുക ലഭിക്കുന്നതാണ്. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഓണം ആനുകൂല്യങ്ങൾ. ഇനി ഈ കാര്യമാണ് പ്രധാന മറ്റൊരു കാര്യം. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമായി ആകെ 630.5 കോടി രൂപയുടെ ഓണം ആനുകൂല്യങ്ങളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ വിവിധ വിഭാഗങ്ങൾക്ക് വ്യത്യസ്ത ആനുകൂല്യങ്ങളാണ് ലഭിക്കുക. സർക്കാർ ജീവനക്കാർക്ക് 4500 രൂപ ബോണസ് എന്നതാണ് പ്രധാന പ്രഖ്യാപനങ്ങളിൽ ഒന്ന്. അതുപോലെ ബോണസിന് അർഹതയില്ലാത്ത ജീവനക്കാർക്ക് 3000 രൂപ ഉത്സവ ഭത്ത നൽകും. അതോടൊപ്പം ജീവനക്കാർക്ക് 20,000 രൂപ അഡ്വാൻസും ലഭിക്കും. അതായത് ഓണം ചിലവുകൾക്ക് ജീവനക്കാർക്ക് ആശ്വാസം നൽകുന്ന രീതിയിലാണ് ഈ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പാർട്ട് ടൈം താൽക്കാലിക ജീവനക്കാർക്കും ആനുകൂല്യമുണ്ട്. പാർട്ട് ടൈം താൽക്കാലിക ജീവനക്കാരെയും സർക്കാർ ഇതിൽ പരിഗണിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വളരെയധികം പ്രാധാന്യമുള്ളതാണ്. അർഹരായ വിഭാഗങ്ങൾക്ക് 6000 രൂപ ഓണം അഡ്വാൻസ് ലഭിക്കും. അതുകൊണ്ട് സർക്കാർ ജീവനക്കാരുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ നോക്കുമ്പോൾ സ്ഥിരം ജീവനക്കാർ മാത്രമല്ല, അർഹതയുള്ള മറ്റ് വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തിയാണ് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഇനി മറ്റൊരു പ്രധാന വിഭാഗമാണ് നമ്മുടെ ആരോഗ്യ സാമൂഹ്യ ക്ഷേമ സംവിധാനങ്ങളിൽ നിർണായക പങ്കുവഹിക്കുന്ന ആശാ വർക്കർമാർക്കും അങ്കണവാടി ജീവനക്കാർക്കും 1450 രൂപ വീതം ഉത്സവ ഭത്ത ലഭിക്കും. അതിനാൽ ഓണത്തോടനുബന്ധിച്ച് ഇവർക്കും നേരിട്ടുള്ള സാമ്പത്തിക സഹായം ലഭിക്കുന്ന രീതിയിലാണ് തീരുമാനം. ഇനി പിന്നോക്ക വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് കുടിശ്ശിക.
ഇനി അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നോക്ക വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പിന് കുടിശ്ശിക തീർപ്പാക്കുന്നതിനായി 310 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നാണ് അറിയിപ്പ്. സ്കോളർഷിപ്പ് ലഭിക്കാനുള്ള കുടിശ്ശിക കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും കുടുംബങ്ങൾക്കും ഇത് പ്രധാനപ്പെട്ട ഒരു നടപടിയാണ്. എന്നാൽ ഓരോ വിദ്യാർത്ഥിക്കും ഇത്ര രൂപ തുക ലഭിക്കുമെന്ന് ബന്ധപ്പെട്ട സ്കോളർഷിപ്പ് പദ്ധതിയുടെ അർഹതയും കുടിശ്ശികയും അനുസരിച്ചായിരിക്കും എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി ഗ്രാമീണ മേഖലയിലെ നിരവധി കുടുംബങ്ങൾക്ക് വളരെ വലിയൊരു പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനവുമുണ്ട്. 100 പ്രവൃത്തി ദിനങ്ങൾ പൂർത്തിയാക്കിയ 3.68 ലക്ഷം തൊഴിലുറപ്പ് തൊഴിലാളി കുടുംബങ്ങൾക്ക് 1200 രൂപ വീതം ഓണം ഭത്ത നൽകുന്നതിനായി 44.24 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട നിബന്ധനയാണ് 100 പ്രവൃത്തി ദിനങ്ങൾ പൂർത്തിയാക്കിയവർ എന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. 100 പ്രവൃത്തി ദിനങ്ങൾ പൂർത്തിയായവർക്ക് മാത്രമാണ് ഈ ഒരു തുക ലഭിക്കുന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ചെയ്ത എല്ലാവർക്കും സ്വാഭാവികമായി ഈ തുക ലഭിക്കും എന്ന് അല്ല. പറഞ്ഞിരിക്കുന്ന അർഹതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന കുടുംബങ്ങൾക്കാണ് ആനുകൂല്യം. അർഹരായ കുടുംബങ്ങൾക്ക് 1200 രൂപ വീതം ലഭിക്കുന്ന രീതിയിലാണ് ഈ പ്രഖ്യാപനം. അതുപോലെ തന്നെ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ തൊഴിലാളികൾക്കും 1200 രൂപ വീതം നൽകും. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പുറമെ നഗര തൊഴിലുറപ്പ് പദ്ധതിയിലും ഓണം ഭത്ത പ്രഖ്യാപിച്ചിട്ടുണ്ട്. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയിൽ 100 ദിവസം പൂർത്തിയാക്കിയ 70,800 തൊഴിലാളികൾക്കും 1200 രൂപ വീതം ലഭിക്കും. അതായത് നഗരമേഖലയിൽ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ചെയ്യുന്നവർക്കും ഇത് പ്രധാനപ്പെട്ട അറിയിപ്പാണെന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ 100 പ്രവൃത്തി ദിനം എന്ന അർഹതാ മാനദണ്ഡം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി സ്കൂൾ പാചക തൊഴിലാളികളുടെ കാര്യവും നോക്കാം. വർദ്ധിപ്പിച്ച വേതനം ഉൾപ്പെടെയുള്ള തുക അക്കൗണ്ടിലേക്ക് നേരിട്ട് എത്തിക്കുന്നതിനായി 44 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇത് നേരിട്ടുള്ള അക്കൗണ്ട് ട്രാൻസ്ഫർ രീതിയിലാണ് നടപ്പാക്കുന്നത്. അതിനാൽ സ്കൂൾ പാചക തൊഴിലാളികൾക്കും തങ്ങളുടെ ബഡ്ജറ്റ്, അതായത് ബാങ്ക് അക്കൗണ്ട് സംബന്ധമായ വിവരങ്ങൾ ശരിയാണോ എന്ന് ഉറപ്പാക്കുന്നത് നല്ലതാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രഖ്യാപനവും കൂടിയുണ്ട്. സർവീസ് പെൻഷൻകാരുടെ കാര്യമാണ്. സർവീസ് പെൻഷൻകാർക്ക് 1250 രൂപ കൂടി അനുവദിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് 1250 രൂപ ഉത്സവ ഭത്തയാണ് അനുവദിച്ചിരിക്കുന്നത്. അതായത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്കുള്ള മാസ പെൻഷൻ വിതരണത്തിന് പുറമെ സർവീസ് പെൻഷൻകാർക്കായി പ്രത്യേകം ഓണം ആനുകൂല്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് രണ്ടും ഒരേ കാര്യമല്ലെന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വളരെ അധികം പ്രാധാന്യമുള്ളതാണ്. ഇനി ഓണക്കിറ്റ് നൽകുന്നില്ല എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ വ്യാപകമായി നടക്കുന്നതായി മുഖ്യമന്ത്രി തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു 6,07,650 കിറ്റുകളാണ് വിതരണത്തിനായി സജ്ജമാക്കിയിരിക്കുന്നത്. ഇതുവരെയുള്ള കണക്കുകളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിനാൽ 3,06,092 കിറ്റുകൾ ഇതിനോടകം തന്നെ റേഷൻ കടകളിൽ എത്തിച്ചിട്ടുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട കണക്കാണ്. കാരണം ഓണക്കിറ്റ് ഇല്ലെന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾക്കിടയിലാണ് സർക്കാർ സ്റ്റോക്കിനെ കുറിച്ച് ഈ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ആവശ്യമായത് 5,93,000 കിറ്റുകളാണ്. അതുപോലെ എന്നാൽ നിലവിൽ തയ്യാറാക്കിയിരിക്കുന്നത് 6,07,650 കിറ്റുകളാണ്. അതായത് ആവശ്യമായ എണ്ണത്തേക്കാൾ കൂടുതൽ കിറ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് സർക്കാർ പറയുന്നത്. ഇതിനോടൊപ്പം തന്നെ 3,06,092 കിറ്റുകൾ റേഷൻ കടകളിൽ എത്തിയിട്ടുണ്ട്. അതിനാൽ അർഹരായ കാർഡ് ഉടമകൾക്ക് സമയബന്ധിതമായി കിറ്റുകൾ വിതരണം ചെയ്യാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഇതിലും പ്രധാനപ്പെട്ട കണക്കുണ്ട്. 75,885 കാർഡ് ഉടമകൾ ഇതിനകം ഓണക്കിറ്റ് കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് വിതരണം ആരംഭിച്ചു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള അർഹരായ കാർഡ് ഉടമകൾക്ക് ഘട്ടം ഘട്ടമായി കിറ്റ് ലഭിക്കുന്നതാണ്. ഓണാഘോഷങ്ങൾ ആരംഭിച്ച സാഹചര്യത്തിൽ കൃത്യസമയത്ത് അർഹരായവരിലേക്ക് കിറ്റ് എത്തിക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കി വരികയാണെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ ഒരു കാര്യം പ്രത്യേകം പറയണം. സർക്കാർ ആനുകൂല്യം പ്രഖ്യാപിച്ചു എന്നുകൊണ്ട് മാത്രം എല്ലാവർക്കും ഒരേ രീതിയിൽ ഒരേ ദിവസം അക്കൗണ്ടിൽ പണം ലഭിക്കണമെന്നില്ല. ഓരോ പദ്ധതിക്കും വ്യത്യസ്തമായ അർഹതാ മാനദണ്ഡങ്ങളും വിതരണ സംവിധാനങ്ങളും ഉണ്ടായിരിക്കും. അതുകൊണ്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർ പെൻഷൻ വിതരണത്തെക്കുറിച്ചുള്ള ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം പിന്തുടരുക.
തൊഴിലുറപ്പ് തൊഴിലാളികൾ 100 പ്രവൃത്തി ദിനം പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ തൊഴിലാളികൾക്കും തങ്ങളുടെ 100 ദിവസത്തെ അർഹത പരിശോധിക്കുക. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ബാധകമായ ആനുകൂല്യങ്ങൾ ബന്ധപ്പെട്ട വകുപ്പ് ഓഫീസ് വഴി പരിശോധിക്കുക. ഓണക്കിറ്റ് ലഭിക്കേണ്ട റേഷൻ കാർഡ് ഉടമകൾ റേഷൻ കടയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ക്ഷേമ പെൻഷൻ കഴിഞ്ഞ വർഷങ്ങളെ പോലെ 2 ഗഡു ഒരുമിച്ച് ഈ പ്രാവശ്യം ഇല്ല എന്നുള്ളതും എല്ലാവർക്കും നിരാശാകരമായി തന്നെയാണ്. അതുപോലെ തന്നെ 2000 രൂപ തന്നെയാണ് ഈ ഒരു മാസവും വിതരണം ആരംഭിക്കുന്നത്. ഇനി ഭാവിയിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ അത് ബാങ്ക് അക്കൗണ്ടിലൂടെ ആയിരിക്കും എല്ലാവരും ബാങ്ക് സജ്ജീകരിക്കുന്നത്. വളരെയധികം നല്ല ഒരു കാര്യമാണ്. ഇനി പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്ത്രീ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരുടെ കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സ്ത്രീ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർ ഈ വിവരം പ്രത്യേകം ശ്രദ്ധിക്കണം. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം 19 മുതൽ ആരംഭിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. സ്ത്രീ സുരക്ഷാ പെൻഷനെ അതേ രീതിയിൽ ഉൾപ്പെടുത്തി എല്ലാവരും ഈ ഘട്ടത്തിൽ തുക ലഭിക്കുമെന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. കാരണം സ്ത്രീ സുരക്ഷാ പെൻഷൻ അനുവദിച്ചു എന്ന് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം സ്ത്രീ സുരക്ഷാ പെൻഷന്റെ തുടർ വിതരണം സംബന്ധിച്ച് സർക്കാർ തലത്തിൽ വ്യക്തത ആവശ്യമായ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ഉയർന്നപ്പോൾ സ്ത്രീ സുരക്ഷാ പെൻഷൻ തുടരണോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എന്ന നിലപാടാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വ്യക്തമാക്കിയിരിക്കുന്നത്. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി സാധാരണ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിഭാഗത്തിന്റെ ഭാഗമല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓഗസ്റ്റ് 19 മുതൽ എല്ലാ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വരുന്നു. അതിനാൽ സ്ത്രീ സുരക്ഷാ പെൻഷനും ഉറപ്പായും വരുമെന്ന് പറയുന്നത് വ്യാജ വാർത്തകളാണ്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കേണ്ടതാണ്. പദ്ധതിയുടെ തുടർ നടപടി, അർഹത പരിശോധന, സർക്കാർ തീരുമാനം എന്നിവയെ ആശ്രയിച്ചായിരിക്കും അടുത്ത ഘട്ടം വ്യക്തമാക്കുക. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ അർഹത പരിശോധിക്കുന്നതിനായി ബന്ധപ്പെട്ട നടപടികളും പ്രധാനമാണ്. അതിനാൽ ഗുണഭോക്താക്കൾ തങ്ങളുടെ അപേക്ഷയും രേഖകളും ഭാവിയിൽ വരുന്ന അപേക്ഷ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടത് വളരെയധികം പ്രധാനമാണ്. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റായി രേഖപ്പെടുത്താനും ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.